ബിഗ് ബോസിൽ അങ്ങനെ ഒരു നോമിനേഷനും കൂടെ കഴിഞ്ഞിരിക്കുകയാണോ, ഒമ്പതാമത്തെ ആഴ്ചയിൽ. അപ്പോൾ അതിൽ നമ്മുടെ പവർ ടീമിൽ നിന്നിറങ്ങിയ ശരണ്യ വന്നിരിക്കുകയാണ്. ശരണ്യ ഒന്നെങ്കിൽ പോവും, അല്ലെങ്കിൽ നന്ദനയോ ശ്രീരേഖയൊക്കെ പോവും. ശ്രീരേഖയെ കൊണ്ട് ഭയങ്കര ശല്യമായിരിക്കുകയാണ്. ഏതോ ഒരാഴ്ചയിൽ ഇവർ അഭിനയിച്ച് കാണിച്ച അത് സംഭവം മോഹൻലാൽ എന്ന് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഭയങ്കര ഇവർ വട്ടായെന്ന് തോന്നുന്നു. ഇവരെന്ന് നമ്മുടെ മുടീൻ്റെ അടുത്ത് എന്ന് പറയാണ്, ഇവരെ എല്ലാ ദിവസവും ഓരോ കഥാപാത്രങ്ങളായിട്ട് വൈകിട്ട് വരെ വരാം. അത് മറ്റേ ഒരു സിനിമ ഉണ്ടല്ലോ മോഹൻലാലിൻ്റെയൊക്കെ, ചോട്ടാ മുംബൈ. ആ ചോട്ടാ മുംബൈക്കകത്ത് കലാഭവനിയുടെ അമ്മയായിട്ടൊക്കെ ഭ്രാന്തിയായിട്ടൊരു തള്ളയില്ല, അവരായിട്ടും അതുപോലെ ഓരോ കഥാപാത്രങ്ങളായിട്ട് ഓരോ ദിവസം വരാം. മുഴുവൻ സമയം ഇവരാദ്യം പുറത്താക്കണമെന്നാണ്, നേരിട്ട് ഇവരെ പുറത്താക്കണം. ഇവരെ ഓട്ടൊന്നും ഇവർക്ക് അല്ലാതെ ഇവർ പിടിച്ച് പുറത്താക്കണം. കണ്ണ് കെട്ടി വേണം ഇവരിറക്കുക. അത്രയ്ക്ക് ശല്യമാണ് ഇവരെന്തിനാണ് വന്നത്? ഇതിങ്ങനെയുള്ള പരിപാടികൾ അവതരിപ്പിച്ച് കാണിക്കാനാണോ? ഇതുകൊണ്ടാണ് ഇവരിവിടെ നിൽക്കുന്നത്? ഇത് മനസ്സിലാകുന്നില്ല. ആകെയുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ശരണ്യ ചേച്ചി മാത്രമാണ്. ശരണ്യ ചേച്ചി ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ പോലും ശരണ്യ ചേച്ചിയുടെ ഡ്രസ്സും ആ ഫാഷനും അതൊക്കെയാണ് രസം. കാണാൻ നല്ല ഭംഗിയുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ പോകുന്നതൊക്കെ കാണുമ്പോൾ ഇന്ന രസമെന്നറിയോ. പക്ഷെ ഇത് അച്ഛനും അമ്മയും ഒക്കെ വന്നിരിക്കുമ്പോൾ നമുക്കത് കാണാൻ പറ്റത്തില്ല. നമുക്കപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ നല്ല സുഖമാണ്. അങ്ങനത്തെ വേഷമാണ് ശരണ്യ ചേച്ചി ഇടുന്നതൊക്കെ. ഇത് ഒരിക്കൽ ജിൻഡോ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ജിൻഡോയെ ഇവർ എയറിലാക്കിയിരുന്നു, നല്ലത് പറഞ്ഞ് ഓടിച്ചു. എന്തിനാണ് ഇങ്ങനത്തെ വേഷമൊക്കെ ധരിക്കുന്നത് നമുക്ക് തോന്നിപ്പോകും. അതിൻ്റെ അകത്ത് ഈ കുട്ടി നിക്കറൊക്കെ നടക്കുന്നവരുണ്ട്, പക്ഷെ അതൊന്നും നമുക്ക് അരോചകമായി തോന്നാറില്ല. പക്ഷെ ഇത് കാണാൻ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഈ ജിമ്മിലൊക്കെ പോകുന്ന പെണ്ണുങ്ങളൊക്കെ ഇടുന്ന വെറുതെ ഈ അതും ഇതൊക്കെ പൊക്കാനും അത് പിടിക്കാനൊക്കെ പോകുന്ന പെണ്ണുങ്ങളല്ലേ, ആ പെൺപിള്ളേരിടുന്ന പോലത്തെ ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ട് കോടിക്കണക്കിന് ആൾക്കാർ കാണുന്നൊരു TV ഷോയിൽ എന്തിനാണ് ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷെ നമ്മൾ കൂടുതൽ അതേക്കുറിച്ച് പറയുന്നില്ല. ശരണ്യ ചേച്ചി ചിലപ്പോൾ ഈ ആഴ്ച പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നന്ദന പോകാൻ സാധ്യതയുണ്ട്. 2 പേര് പോയാൽ, 2 അല്ല 3 പേര്, അത് ഈ ശ്രീരേഖയും ശരണിയും നന്ദനയും പോകാനാണ് സാധ്യത. ആര് പോയാലും നമുക്ക് സന്തോഷമേ ഉള്ളൂ, വളരെ സന്തോഷമേ ഉള്ളൂ. പിന്നെ ഇതിനകത്തെ കരച്ചിലും പിടിച്ചിലൊക്കെ നമുക്ക് എന്താ പറയുക, ഫോട്ടോ എടുത്ത് വെച്ച് കരയുന്നു, പിഴിയുന്നു. ജാസ്മിൻ്റെ കാര്യം പറയുന്നുണ്ടോ, ഗബ്രിയുടെ ഫോട്ടോയൊക്കെ എടുത്ത്. ഇത് നമ്മൾ ഒരുപാട് കണ്ടാണ്, ദിൽഷയൊക്കെ ചെയ്ത പരിപാടി നമ്മൾ കണ്ടാണ്. ഇവർക്കൊന്നും ഒരു സ്നേഹമില്ല, ഇതൊക്കെ വെറും അഭിനയം മാത്രമാണ്. ഇവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ ഒന്ന് മിണ്ടാനോ ഓൺ ചെയ്യാൻ പോലും പോകുന്ന സാധ്യതയില്ല, ഇല്ലേ? നമ്മൾ കിടുങ്ങാമണി യമുന പോയപ്പോൾ എന്തോരം കരഞ്ഞാണ്. കിടുങ്ങാമണി അല്ലല്ലോ, അതിൻ്റെ പേര് പറഞ്ഞു, ജാൻമണി യമുന പോയപ്പോൾ എന്ത് കരച്ചിലായിരുന്നു കരഞ്ഞത്. എന്നിട്ട് അവർ പുറത്തിറങ്ങിയിട്ട് ഒരു വീഡിയോ പോലും ഇല്ല, അവർ തമ്മിൽ ഒരുമിച്ചുള്ളൊരു വീഡിയോ.